എല്ലാവർക്കും നമസ്കാരം. ഓണസദ്യയ്ക്കായുള്ള ഒരു വടകറിയുമായാണ് വന്നിരിക്കുന്നത്. സോയാ ചങ്ക്സ് ഒക്കെ വരുന്നതിന് മുന്നേ വളരെ സ്വാദിഷ്ടമായി നമ്മൾ വെച്ചിരുന്ന ഒരു മസാലക്കറി. ഉഴുന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി വയ്ക്കുക. ഇത് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കണം. അങ്ങനെ വെള്ളം ഒട്ടും ചേർക്കാതെ കുതിർത്ത ഉഴുന്ന് നമ്മൾ നല്ലവണ്ണം അരച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് കുഴച്ച് എടുക്കണം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നുമാവ് കുറേശ്ശെയായിട്ട് നുള്ളിയെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വറുക്കണം. കിഴങ്ങ് വേണം, സവാള വേണം, 2 ചെറിയ പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് നെടുകെ തുറന്നിടാം. ഇനി ഉരുളൻകിഴങ്ങും സവാളയും ചെറുതാക്കി അരിഞ്ഞിടണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ. അങ്ങനെ കുറച്ച് വെള്ളത്തിൽ നല്ലവണ്ണം വേവിച്ചെടുത്തിട്ട് നല്ലവണ്ണം ഇത് മാഷ് ചെയ്യുക. നല്ലവണ്ണം തവി കൊണ്ട് ഒടച്ചു കൊടുക്കുക. ഇതൊരു തൊടുകറി പോലത്തെ കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ചാറ് നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് നല്ലവണ്ണം മാഷ് ചെയ്ത് എടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരല്പം മസാലപ്പൊടി, നമുക്ക് ഇഷ്ടമുള്ള മസാല, ഇറച്ചി മസാലയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മസാലയെങ്കിൽ നമുക്കത് ചേർക്കാം. ചിക്കൻ മസാലയോ എന്താണെങ്കിലും നമുക്ക് ചേർക്കാം. ഇനി ഇത് നല്ലവണ്ണം നോക്കുകൊണ്ടോ ഒട്ടും വെള്ളമില്ല, നല്ലവണ്ണം വെള്ളം വറ്റിയിട്ട് നമ്മുടെ ഉരുളനും സവാളയും ഈ മസാലപ്പൊടിയും കൂടി നമ്മളിങ്ങനെ വരട്ടി എടുത്തേക്കുകയാണ്. ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം.
തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ നമ്മൾ തിക്കായിട്ടുള്ള 1/4 പാൽ മാത്രമാണ് ചേർക്കുന്നത്. 2 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അരമുറി തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല കട്ടിക്ക് തന്നെ ചേർക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ കറിയിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി അങ്ങ് ചെറിയ തീയിൽ അങ്ങ് വെക്കുക. നല്ലവണ്ണം തിളയൊക്കെ വന്നതിന് ശേഷം ഇതായി വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉഴുന്നുവടകൾ അല്ലേ, ഇത് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിവിടെ കിടന്ന് ഈ മസാലയിൽ അങ്ങ് കിടന്ന് വേകണം. അപ്പോൾ ഈ ചങ്ക്സ് കറിയൊക്കെ ഇതിൻ്റെ പുറകിലേ നിൽക്കുകയുള്ളൂ. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതാ വെന്തിട്ടുണ്ട് നല്ലവണ്ണം. വേകലെന്നല്ല, വേകലൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് നല്ല കരിവേപ്പിലയും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വെച്ചു. സാധാരണ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉടനെ നമ്മൾ തീയ് ഓഫ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്നില്ല, പകരം ഒരല്പം കൂടെ മൂടി വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ആ വടക്കകത്തോട്ട് പിടിക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ഇവിടെ നല്ലവണ്ണം വരണ്ട് വന്നിട്ടുണ്ട്. എല്ലാ മസാലയും ഈ വേപ്പിലയുടെ ടേസ്റ്റും എല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഇലയുടെ അറ്റത്ത് നമ്മളിങ്ങനെ വിളമ്പുമ്പോൾ ഒഴുകി പോവരുത്, അതാണ്. അതുപോലെ അധികം കഴിക്കുകയും വേണ്ട, കാരണം എണ്ണയിൽ വറുത്തെടുത്ത് വീണ്ടും എണ്ണയിൽ ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് ഒക്കെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും വളരെ വളരെ ഹെൽത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും സോയാ ചങ്ക്സിലേക്കായൊക്കെ ഹെൽത്തിയാണ്. ഇവിടെ ജനവൽസ റെഡിയായി നിൽക്കുകയാണ്. നല്ല ചൂടാണ്. അടിപൊളി. എങ്ങനെയുണ്ട് ജനവൽസ? ബെസ്റ്റ് എന്ന് പറയും. ഇപ്പം മുഖം ക്ലിയറായ അടിപൊളി. സൂപ്പർ.